ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു 40+ അല്ലെ 45+ അല്ലെ 50+ ഈസി ആയിട്ട് ഓണത്തിന് വലിയ മേക്കപ്പ് ഒന്നുമില്ലാതെ പെട്ടെന്ന് എങ്ങനെ ഭംഗിയായിട്ട് റെഡിയാകാം, നമ്മളുടെ സ്കിന്നിലുള്ള ഒരു ഡൾനെസ് ഒക്കെ മാറ്റി ഓപ്പൺ പോഴ്സ് ഒക്കെ മാറ്റി നമുക്ക് എങ്ങനെ റെഡിയാകാം എന്നുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് നോ മേക്കപ്പ് ലുക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നമുക്ക് ആദ്യം ചുണ്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഒരു വെറ്റ് ടിഷ്യൂ എടുത്തോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി എടുത്തിട്ടോ ചുണ്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് ഡെഡ് സെൽസിനെയൊക്കെ മാറ്റാൻ നല്ലതാണ്. നമ്മുടെ വിഭൂതിയുടെ ലിപ് ബാമാണ്. ലിപ് ബാം കുറച്ചിടാം. ഞാൻ ആദ്യം ഒന്ന് ഇട്ടു, ക്യാമറ ഓണാക്കാൻ മറന്നു. എന്ത് ചെയ്താലും ഒരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് കൈ തുടയ്ക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ എല്ലായിടത്തും പടരും. പിന്നെ ഞാൻ റോസ് വാട്ടർ സ്പ്രേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോസ് വാട്ടർ തന്നെയാണ് സ്പ്രേ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾക്ക് നമ്മളുടെ സൂപ്പർ ബൈറ്റ് മോയ്സ്ചറൈസർ ഇടാം. ഒരു സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കണ്ണിൻ്റെ പുറത്തൊക്കെ ഇടണം. എനിക്ക് പനിയാണ്, അതുകൊണ്ട് ഫേസ് കുറച്ച് സ്വെല്ലിംഗ് ഉണ്ട്, ബട്ട് ഫൈൻ. ഞാൻ അതുകൊണ്ടാണ് ഐസിൻ്റെ ആ ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തത്. നിങ്ങൾ കുറച്ച് ഐസ് റബ്ബ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടുവാണെങ്കിൽ ഓപ്പൺ പോഴ്സ് ഒക്കെ ഒന്ന് ഷ്രിങ്കായി മേക്കപ്പ് ഒന്ന് കേക്ക് ആകാതെ നന്നായിട്ടിരിക്കും. എനിക്ക് ഓപ്പൺ പോഴ്സ് അധികം ഇല്ല, ഇപ്പോൾ പനി ഉള്ളതുകൊണ്ട് കുറച്ച് ഫേസ് ഡള്ളാണ്. സോ മോയ്സ്ചറൈസർ ഇട്ട് നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. കഴുത്തിലും കൂടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. കഴുത്തിൽ ഒരുപാട് മോയ്സ്ചറൈസർ ഇടുന്നത് നല്ലതാണ് ശരിക്കും. ഇത് നല്ലതാണ് ഫേസിലൊന്ന് ബ്ലഡ് സർക്കുലേഷൻ വരാനും. നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷനാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ഈസി ആയിട്ട് നമ്മുടെ ഫേസിലോട്ട് അബ്സോർവ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. കണ്ണിന് സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളൊരു സിമ്പിൾ ഓണം മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ ഒരു വലിയൊരു ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒരു 40+ ഓണത്തിന് എങ്ങനെ ഒരുങ്ങാം. എൻ്റെ മുടി അവിടെ ഇവിടെയൊക്കെ. സോ ഈ ഒരു സ്റ്റെപ്പിനെ പ്രെപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. നമ്മളെ ഫേസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തു മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മൈക്രോബ്ലേഡിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐബ്രോസ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ പാർലറിൽ പോയി, പാർലറല്ല ഒരു എസ്തെറ്റിക് സെൻ്ററാണ്, അപ്പോൾ അവർക്ക് ഇതിനു വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ ഏകദേശം കുറച്ച് നാളായി, അതുകൊണ്ട് ഞാൻ അത്ര തിക്കായിട്ട് ചെയ്തില്ല, കുറച്ച്. എന്നാലും ഐബ്രോസ് എടുക്കാനുണ്ട് എനിക്ക്. ഞാൻ പനി ആയതുകൊണ്ടാണ് ഐബ്രോസ് എടുക്കാഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് മൈക്രോബ്ലേഡിങ് ചെയ്താലുള്ള ഗുണം, നമ്മൾ ഐബ്രോസ് എടുത്തില്ലെങ്കിലും അതങ്ങ് ഷേപ്പായിട്ടിരുന്നോളും. ഓക്കെ, അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു ഗ്ലേസിങ് കിട്ടാനായിട്ട്, ആ ഒരു യൂത്ത്ഫുൾ ഗ്ലോ കിട്ടാനായിട്ട് നമുക്ക് ചെറുതായിട്ട് നമുക്കൊരു ഹൈലൈറ്റർ പോലെ ഒന്നിടാം. ഞാനിടുന്നത് ഫേസ് ഓഫ് കാനഡയുടെ ഈ ഒരു ഹൈലൈറ്ററാണ് ഇപ്പോൾ ഇന്നിടുന്നത്. സോ ഹൈലൈറ്റർ കുറച്ചെടുത്താൽ മതി, ഇത്ര തന്നെ ആവശ്യം വരില്ല. നമ്മളുടെ ചീക്സിൻ്റെ അവിടെ ജസ്റ്റ് ഒരു വന്ന് വരച്ചു കൊടുക്കുക. ഇപ്പുറത്ത് അതുപോലെ തന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് വേണ്ട. മൂക്കേലെ നെറ്റിയുടെ അവിടെ ഒന്ന്, ഇപ്പുറത്തും ഒന്ന്. ഹൈലൈറ്റർ അല്ലെങ്കിൽ സ്ട്രോപ്പ് ക്രീം, ഓക്കെ, രണ്ടും ഓക്കെയാണ്. പിന്നെ താടിയുടെ അവിടെ ഇത്ര മാത്രം മതി. എന്നിട്ടൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് മോയ്സ്ചറൈസർ കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട സ്റ്റെപ്പാണ് കേട്ടോ. ഫേസിനൊരു ഗ്ലോ ഉണ്ടാവും. നമ്മൾക്ക് ഓപ്പൺ പോഴ്സിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ മാറ്റി. ഞാൻ ആ എടുത്തഴ പോലും മൊത്തത്തിൽ എടുത്തിട്ടില്ല, ഇത് കണ്ടോ, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്ര മാത്രം ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് കണ്ണിന് മേളിലും കുറച്ച് തേക്കാവുന്നതാണ്. എൻ്റെ കണ്ണ് ഇന്ന് കുളമാണ്, എനിക്ക് നല്ല പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു. സ്ട്രോപ്പ് ക്രീം അല്ലെങ്കിൽ ഹൈലൈറ്റർ ഇട്ട് കഴിയുമ്പോൾ ഒരു ഗ്ലോ കിട്ടും, ഒരു ഗ്ലാസ് ഫിനിഷിങ് കിട്ടും. സോ നമ്മളിന്ന് ഫൗണ്ടേഷൻ ഇടുന്നില്ല. ഫൗണ്ടേഷന് വരെ നമ്മളിന്ന് സ്ട്രോപ്പ് ക്രീം ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈലൈറ്റർ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടണ്ട. കുറച്ച് ഡസ്കി സ്കിന്നുള്ളവരാണെങ്കിൽ വളരെ കുറച്ചിട്ടാൽ മതിയാവും. ഇതിട്ട് കഴിഞ്ഞ് നമ്മളിടാൻ പോകുന്നത്
ഞാൻ ഇന്ന് ഫൗണ്ടേഷന് പകരം ഈസി ആയിട്ട് നിങ്ങൾക്കൊരു സൺസ്ക്രീൻ കാണിച്ചു തരാം. ഇത് ടിൻറ്റഡ് സൺസ്ക്രീനാണ് ഡോട്ട് ആൻഡ് ഗീയുടെ. ഇത് നന്നായിട്ടിങ്ങനെ കുലുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ടിൻറ്റഡ് സൺസ്ക്രീനാണ് നമ്മളിന്ന് ഫൗണ്ടേഷന് പകരം ഇടാൻ പോകുന്നത്. 4 ഡ്രോപ്പ് മാത്രം മതിയാകും. 4 ഡ്രോപ്പ് മാത്രം മതിയാകും നമുക്കിത്. ബിക്കോസ് നമ്മൾ ഹൈലൈറ്ററും സ്ട്രോപ്പ് ക്രീമും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ പോകും. ജസ്റ്റ് ചെറുതായിട്ട് ഇട്ടാൽ മതിയാവും. ഞാനിപ്പോൾ ഫൗണ്ടേഷന് പകരം സൺസ്ക്രീനാണ് ഈ ടിൻറ്റഡ് സൺസ്ക്രീനാണ് മേക്കപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം. മേക്കപ്പ് ഇടണം, ഞാൻ മോസ്റ്റ്ലി മോയ്സ്ചറൈസർ നമ്മളുടെ വിഭൂതി സ്റ്റോറിൻ്റെ സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ടാണ് കോളേജിൽ പോകുന്നത്. ഇതുപോലുള്ള ഒക്കേഷനിൽ ഫേസ് ഒന്ന് മേക്കപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. സ്ട്രോപ്പ് ക്രീം ഇട്ടു അല്ലെങ്കിൽ ഹൈലൈറ്റർ ഇട്ടു, എന്താണ് നിങ്ങളുടെ ഉള്ളതെന്ന് വെച്ചാൽ അതിടുക. ഞാൻ രണ്ടും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ലാക്മിയുടെ ഹൈലൈറ്ററാണ് എനിക്കിഷ്ടം. മറ്റേ സ്ട്രോപ്പ് ക്രീം ഫേസ് ഓഫ് കാനഡയുടെയാണ്. റോസ് ഗോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സൺസ്ക്രീൻ ഇട്ടു. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഫേസ് നല്ല ക്ലീൻ ആയിട്ട് ഒരു നാച്ചുറൽ നമ്മളുടെ സ്കിന്നിൻ്റെ തന്നെ ലുക്കുണ്ട്. പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ചെയ്ത ലുക്കുമില്ല. എന്നാൽ നമ്മൾക്ക് ആവശ്യത്തിന് നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ട്. ഇത്ര മാത്രം മതി നമ്മുടെ ഫേസിന് ഓണത്തിലേക്ക് ഒരു ഈസി ആയിട്ട് സ്കിന്ന് റെഡിയാവാൻ. ഇത്ര മാത്രം മതി. എനിക്ക് ജലദോഷത്തിൻ്റെ ഉണ്ടോ കണ്ണ്. ഓക്കെ. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സ്കിൻ മേക്കപ്പ്. അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ സ്കിന്നിലേക്ക് കുറച്ച് നമ്മളുടെ സ്റ്റോറിലുള്ള കോമ്പാക്ട് പൗഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ചെറുതായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഗ്ലേസിങ് പോലെ തോന്നുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചെയ്യേണ്ട, ചെറുതായിട്ട്. കോമ്പാക്ട് പൗഡർ ഡസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ബ്രഷ് തന്നെയാണ് നല്ലത്. നമ്മളുടെ സ്റ്റോറിലെ കോമ്പാക്ട് പൗഡറാണ്. നിങ്ങൾക്ക് നിറയെ പേരുടെ കയ്യിലും ഉണ്ടായിരിക്കും. ജസ്റ്റ് എടുക്കുക, ഇങ്ങനെ ജസ്റ്റ് എടുത്ത് ഡിപ്പ് ചെയ്തിട്ട് മേശ കുലുങ്ങുന്നു. ജസ്റ്റ് ഒരേ ഒരു ഡിപ്പ് മാത്രം എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വേണ്ട. എനിക്ക് കുറച്ചിങ്ങനെ ഗ്ലേസിങ് ഉള്ളതാണ് ഇഷ്ടം. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പൗഡർ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊരു മേക്കപ്പ് ഒന്നുമല്ല, ജസ്റ്റ് നമുക്ക് ഡെയിലി ഒരുങ്ങാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഗ്ലേസിങ് എഫക്റ്റിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. സ്കിന്ന് പാകമായിട്ടുണ്ട്. നമ്മൾക്കിനി അടുത്തത് കണ്ണ് റെഡിയാകാം. എനിക്ക് കുറച്ച് കോൾഡ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു സ്മോക്കി കണ്ണാണ് എടുക്കാൻ പോകുന്നത്. ഇത് ലാക്മേയുടെ കാജലാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾ കൈകൊണ്ട് തന്നെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കണ്ണ് ഡള്ളാണെങ്കിൽ ഇതാണ് ബെറ്റർ. ഇതിങ്ങോട്ടും ഇങ്ങനെ വലിച്ചു പിടിക്കണം കേട്ടോ. കാരണം നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ കണ്ണിൻ്റെ ആ ഒരു ഇതുണ്ടോ നല്ല ഭംഗിയായിരിക്കും. ഇത്ര മാത്രം മതിയാവും കണ്ണിനൊരു നല്ല എഫക്റ്റ് കിട്ടാനായിട്ട്. ജസ്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ണ് വീർത്തതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങളുടെ കണ്ണിൻ്റെ ലിഡൊക്കെ കറക്റ്റായിട്ട് കിട്ടും. കുറച്ചും കൂടെ ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ചുകൂടെ കാജൽ ഇങ്ങനെ എടുക്കുക. ജസ്റ്റ് ഒന്ന് ഞാൻ താഴെ ഒരിക്കലും എഴുതാറില്ല, അതുകൊണ്ട് ഞാനത് കാണിക്കണോ എന്നാലോചിക്കുകയാണ്. ഓക്കെ, ഇത്ര മാത്രം മതിയാകും നമ്മുടെ കണ്ണിൻ്റെ ഭംഗി അറിയാനായിട്ട്. എൻ്റെ കണ്ണിൻ്റെ ആ ഒരു ജലദോഷമുള്ള എഫക്റ്റ് പോയതുണ്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ സ്മഡ്ജ് ചെയ്യാം, ബട്ട് ഞാനത് ചെയ്യാറില്ല. ശരി, ലൈറ്റായിട്ട് വേണമെങ്കിൽ കോർണറിൽ ഒന്ന്, നമ്മളുടെ ഏജിന് അത് മതിയാവും. ഇപ്പോൾ കണ്ണ് ചിലർക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ, നമുക്ക് ചിലപ്പോൾ ഏജ് കൊണ്ട് കണ്ണിൻ്റെ മേൽവശം കറുപ്പായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണിന് അപകടം ഉണ്ടാവും. ഇങ്ങനെ സ്മോക്കി ഐസ് പോലെ ചെയ്യുന്നത് കൊണ്ട് കണ്ണിൻ്റെ ആ ഒരു, ഞാൻ ഈ ക്യാമറയ്ക്ക് അകത്ത് കയറിയെന്ന് സംസാരിക്കുന്നത്, കണ്ണിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടങ്ങ്, കണ്ണിൻ്റെ ആ ഒരു മൈനസ് അങ്ങ് മാറിക്കിട്ടും. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഐലൈനർ വേണ്ടവർക്ക് എഴുതാം. ഇനി
നമ്മളുടെ ഏജിനനുസരിച്ചല്ല നമുക്ക് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് അത് റെഡിയാക്കാവുന്നതാണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നടുക്കൊന്ന് വരച്ചു കൊടുക്കും. സോ കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അധികം കണ്ണെഴുതാതെ നമ്മൾക്ക് കണ്ണ് റെഡിയായി കിട്ടും. ഇങ്ങനെ കണ്ണെഴുതുവാണെന്നുണ്ടെങ്കിൽ കണ്ണിന് ഏജായ ലുക്ക് വളരെ കുറവായിരിക്കും. നമുക്ക് കണ്ണിൻ്റെ മേൽവശം ചിലർക്ക് കറുപ്പുണ്ടാകാം. അതൊക്കെ അതൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. സോ നമുക്ക് ഇത്ര മതിയാവും. നിങ്ങൾക്ക് കണ്ണിനടിയിൽ വാട്ടർ ലൈനിൽ എഴുതാൻ ഇഷ്ടമാണെങ്കിൽ എഴുതിക്കൊള്ളൂ. ഞാൻ വാട്ടർ ലൈനിൽ എഴുതാൻ ഇഷ്ടമാണെങ്കിൽ എഴുതിക്കൊള്ളൂ. ഞാനത് ചെയ്യാറില്ല, എനിക്ക് എന്തോ അത് ഇഷ്ടമല്ല. സോ നമുക്ക് ഐബ്രോയിലോട്ട് പോകാം. റെനയുടെ ഐബ്രോ അതാണ് പെന്നാണ് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ സൈഡിലിങ്ങനെ ലൈനായിട്ടുള്ളതാണ്. എനിക്ക് ശരിക്കും എഴുതേണ്ട ആവശ്യമില്ല. ഡിഫറൻസ് ഉണ്ട് എഴുതാത്തതും തമ്മിൽ. ഇവിടുന്ന് എഴുതണ്ട, ഇനി ഇച്ചിരി മാറ്റി എഴുതിയാൽ മതി. കുറച്ച് മസ്കാര ഇടാം. ഞാൻ മെബ്ലൈൻ്റെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മസ്കാര ഉറപ്പായിട്ട് ഇട്ടോളൂ, കാരണം നിങ്ങൾക്ക് കൺപീലി കുറവാണെങ്കിലും മസ്കാര കുറച്ച് നന്നായിട്ട് കണ്ണിനെ ഒന്ന് ക്ഷീണമില്ലാതെ കാണിക്കാനായിട്ട് മസ്കാര നല്ലതാണ്. ഇത് ഏത് പ്രായക്കാർക്കും ഇങ്ങനെ തന്നെ റെഡിയാകാം. 40 കഴിഞ്ഞവർക്ക് എസ്പെഷ്യലി ഇങ്ങനെ റെഡിയായാൽ അധികം നമ്മൾ ഒരുങ്ങിയ പോലെ തോന്നില്ല. കണ്ണ് നല്ല വിടർന്ന് കിട്ടും. അത്രയും പനിയുള്ള എൻ്റെ കണ്ണ് തന്നെ ഓക്കെ ആണ്. ഞാനിത് ചെയ്യണമല്ലോ എന്നോർത്താണ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് വേറെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച, പിന്നെ ഓക്കെ കണ്ണ് റെഡിയായില്ലേ, കണ്ണും പുരികവും ഒക്കെ റെഡിയായില്ലേ. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ചുണ്ടിനെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമുക്ക് കുറച്ച് ക്ഷീണമുള്ള ചുണ്ടായിരിക്കും, നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മൾക്കതിനെ ഫസ്റ്റ് നമുക്ക് ലിപ്പ് ലൈനർ കൊണ്ട് വരയ്ക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ലിപ്പ് ലൈനർ കുറച്ച് സമയം എടുത്ത് വരയ്ക്കുക. സോ ലിപ്പ് ലൈനർ നമ്മൾ കറക്റ്റായിട്ട് വരച്ചാൽ തന്നെ നമ്മുടെ ലിപ്സ് ഒന്ന് ഷേപ്പായി കിട്ടും. ഇത് കളേഴ്സിൻ്റെ ഒരു സോ സിമ്പിൾ. നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇത്ര മാത്രം മതി നമ്മളുടെ ഓണം മേക്കപ്പ്. അത്ര പ്രത്യേകിച്ചൊന്നും ഇടണ്ട. ഇനി നിങ്ങൾക്ക് മേക്കപ്പ് കുറവാണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ വൺസ് ഇൻ എ വൈൽ വല്ലപ്പോഴും നമ്മൾക്ക് ഒരു മേക്കപ്പ് സ്പ്രേ അടിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന സ്വിസ് ബ്യൂട്ടിയുടെ ഹൈ ഗ്ലോ ആണ്. സോ ഇത് നന്നായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യുക. ഇതാണ്, നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിക്കാം കേട്ടോ, കുറച്ച് മതിയാവും. നല്ലൊരു ഫ്രഷ് ഗ്ലോ ഫേസിനുണ്ടാവും. ഇപ്പോൾ മേക്കപ്പും ഇപ്പോൾ നമ്മളുടെ സൺസ്ക്രീനും ഐലൈനറും നമ്മളുടെ സ്മോക്കി ഐസും എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫേസ്. ജസ്റ്റ് ഒരു സ്പ്രേ ഒന്ന് വല്ലപ്പോഴും ഒന്ന് അടിക്കുക കേട്ടോ, എപ്പോഴും അടിക്കരുത്. വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെയാണ് ഞാനിത് ചെയ്യുക, അല്ലാതെ ഞാൻ ചെയ്യാറില്ല. സോ മുഖത്തിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് തല ചെയ്യാം. കാണുന്നുണ്ടോ? ഓക്കെ, ഒരു പൊട്ടും കൂടെ വയ്ക്കാം. ലിപ്സ്റ്റിക് ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഡ്രൈ ആകുന്നു എന്നൊന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ലിപ് ബാം കുറച്ചിടാം.
പനിയുടെ ആയിരിക്കും എനിക്ക് ചെറുതായിട്ട് ലിപ്സ് ഡ്രൈ ആകുന്നു. നമ്മുടെ ലിപ് ബാമാണ്. ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ തലയൊക്കെ ചീയിട്ടാണ്. സോ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഞാൻ കമ്മലൊക്കെ ഇട്ട് സാരിയൊക്കെ ഉടുത്തിട്ട് വരാം. അതൊന്നും എനിക്ക് കാണിക്കാൻ അറിയില്ല സത്യം പറഞ്ഞാൽ. ഇത് തന്നെ എനിക്ക് ഭയങ്കര പാടാണ്. എനിക്ക് ക്യാമറയിൽ നോക്കി മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ലിപ്സ് ഡ്രൈ ആവുന്നുണ്ട്. നമ്മുടെ ലിപ് ബാം ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് തന്നെ കാണാം. ഇപ്പോൾ എക്സ്പെഷ്യലി എനിക്ക് പനിയുള്ളത് കൊണ്ടാണ് ഡ്രൈ ആവുന്നത്. സോ നിങ്ങൾക്ക് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ് ബാം ലിപ്സ്റ്റിക്കിൻ്റെ പുറത്തൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഞാൻ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. സിംഗിൾ പ്ലേറ്റ്സ് വേണമെങ്കിൽ സിംഗിൾ പ്ലേറ്റ്സ് ഇടാം. ഞാൻ ഈ കമ്മലാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് നാൾ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു കമ്മലാണ്. അതുപോലെ താമരപ്പൂ വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും സിംഗിൾ പ്ലേറ്റ്സ് കുത്തും കേട്ടോ. കുത്തിയിട്ട് കുറച്ചിങ്ങനെ ഇറക്കി. ഐ എം വെയറിങ് എ സ്ലീവ്ലെസ് ബ്ലൗസ്. സോ ഇങ്ങനെ സ്ലീവ്ലെസ് ബ്ലൗസ് എനിക്ക് കുറച്ചും കൂടി ചെയ്യുന്നത് സ്ലീവ്ലെസ് ആണ് സ്ലീവ് ഉള്ളതിനേക്കാളും. സോ ഇങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് ഒരു പൊട്ടൊക്കെ വെച്ച് വേണമെങ്കിൽ ഒരു ചന്ദനക്കുറിയൊക്കെ തൊടാം. അങ്ങനെ ആ പാട്ട്, പണ്ടത്തെ പാട്ട് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സോ ഞാനൊരു നെക്ലേസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ കമ്മൽ നല്ലതാട്ടോ. നല്ല ഭംഗിയാണ് ഇത്. കാലിലിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് നമുക്ക് കാണിക്കാം. ഞാൻ ഇത് കുത്തിയും കാണിക്കാം. ഇങ്ങനെ അടുക്കി കുത്തി. ഞാൻ മോസ്റ്റ്ലി ഇങ്ങനെ സിംഗിൾ പ്ലേറ്റ്സ് ആണ് ഇടാറുള്ളത്. എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടം. സോ സെറ്റ് സാരി എടുക്കുമ്പോൾ കുറച്ച് ഗ്രാൻഡ് ആവാനായിട്ട് കോൺട്രാസ്റ്റ് കളറുള്ള ബ്ലൗസാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. യൂഷ്വൽ പച്ചയൊക്കെ ഇട്ടിട്ട്. സോ സിമ്പിളല്ലേ, നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഒരുങ്ങാം. പിന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു പാച്ച് വെയർ ചെയ്തിട്ടുണ്ട്. കയ്യിൽ കുപ്പിവള ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ റീൽ ഞാൻ പറ്റുമെങ്കിൽ എടുക്കാമോ നോക്കട്ടെ. എനിക്ക് റീൽ എടുത്താൽ ആരുമില്ലപ്പം. സോ ഞാനിങ്ങനെ കുപ്പിവളയൊക്കെ ഇട്ട്, ഇതാണ് എൻ്റെ കുപ്പിവള. കുറച്ച് ഡിഫറെൻ്റായിട്ട് മാച്ചിങ് ഒന്നും അല്ലാതെ ഇടാനാണ് എനിക്കിഷ്ടം. സിംപിളി വി ക്യാൻ മേക്ക് അവർ ഓണം ലൈക്ക് ദിസ്. മേക്കപ്പ് ഇങ്ങനെ ചെയ്യുക. ഒരു ഫ്ലവർ ബാക്കിൽ വെച്ചാൽ മതിയാവും. താമരപ്പൂ ഫുൾ ഫേസിന് അതിൻ്റെതായ ഒരു റിഫ്ലക്ഷൻ കിട്ടും. ബ്ലൗസും ഈ കളറായത് കാരണം ഞാനിത് റെഡിമെയ്ഡ് വാങ്ങിച്ചാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ടാഗ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുത്തിയിട്ട് വരാം. കുത്തിയും കാണിക്കാം. അടുക്കി കുത്തി. എനിക്ക് ഒരുപാട് ചെറിയ പ്ലീറ്റ്സ് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഒരു പ്ലീറ്റ്സാണ് ഇടുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തുവാണ് ചെയ്യാറുള്ളത്. 4 പ്ലീറ്റ്സാണ് ഞാൻ സാധാരണഗതിയിൽ എടുക്കുക. ഈ ഒരു പ്ലീറ്റ്സ് ഇവിടെ ഇങ്ങനെ കുത്തി വയ്ക്കും. സോ ഇത് ഇന്നിപ്പോൾ നമ്മുടെ കോളേജിലെ ഓണാഘോഷത്തിൻ്റെ ഒരു ഗെറ്റപ്പാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിന്ന് റെഡി ആയിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഓണം ലുക്ക്. ഇതിവിടെ ഒട്ടിച്ച് വയ്ക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഓണം ലുക്ക്. ഇതൊരു സാരി. ഞാൻ ഈ പ്രാവശ്യം 3 ലുക്കാണ്. ഒന്നൊരു ബ്ലാക്ക്, ഇന്നൊന്നും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. മറ്റേത് കാണിക്കാൻ വീഡിയോ എടുക്കില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിന്ന് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് സാധാരണ കുത്തുക കേട്ടോ. ഇച്ചിരി വലുതായിട്ടുള്ള പ്ലേറ്റ്സാണ് ഞാൻ ഇടാറുള്ളത്. എന്നിട്ട് ഞാനിങ്ങനെ മുന്താണി പിടിക്കുകയാണ് ചെയ്യുക. ഒറ്റ പ്ലേറ്റ്സ് ഇടുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പിടിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഓണത്തിന് നിങ്ങളും റെഡിയാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അയച്ചു തരണം. പറ്റുമെങ്കിൽ ഞാൻ ഈ സാരിയുടെ ഫുൾ റീൽ ഇടാൻ നോക്കാം. ആരെങ്കിലും ഷൂട്ട് ചെയ്ത് തരണം. അപ്പോൾ മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ? ഈസിയാണ്. നിങ്ങൾക്ക് ആ ടിൻറ്റഡ് സൺസ്ക്രീൻ ഡോട്ട് ആൻഡ് ഗീയുടെ എനിക്കിഷ്ടം. ബാക്കിയൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യണം എന്നുള്ളപ്പോൾ കുറച്ച് ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷനേക്കാളൊക്കെ നല്ലത് അത് തന്നെയാണ്. കൺസീലർ ഞാൻ ഇപ്രാവശ്യം ഇട്ടില്ല. കാരണം അത് വലിയ മേക്കപ്പിലോട്ട് പോകും. നമുക്ക് ഓണത്തിന് അത്ര മേക്കപ്പിൻ്റെ ആവശ്യമില്ല. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഒരുങ്ങി നിൽക്കുന്നത്. അതിനൊന്നും അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പുറത്തു. ഞാനിപ്പോഴൊക്കെ പുറത്ത് പോകുമ്പോൾ
ഉപയോഗിക്കുന്നത് ഇത് മാത്രമാണ് കേട്ടോ. ഞാൻ മേക്കപ്പ് ഒന്നും തന്നെ ഇടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇട്ടിട്ട് മടുത്തെന്ന് പറയാം. അങ്ങനെയാണ്, നമ്മൾക്ക് ഡെയിലി മേക്കപ്പ് ഇടണം. അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് മടുത്തത് കൊണ്ട് ഇത്രയുമാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഹൈലൈറ്ററോ അല്ലെങ്കിൽ സ്ട്രോപ്പ് ക്രീം അല്ല, ഇപ്പോൾ ഹൈലൈറ്ററോ സ്ട്രോപ്പ് ക്രീമോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യാം. എന്തെങ്കിലും ഒരു ഫ്ലവർ ഇവിടെ വയ്ക്കാം, നിങ്ങൾക്ക് തുളസിയില കെട്ടി വയ്ക്കാം, ചെത്തിപ്പൂ തുളസിയിലയും കൂടെ കെട്ടി വയ്ക്കാം. സോ ഈസി ആയിട്ട് റെഡി ആവുന്നതാണ്. എനിക്ക് താമരപ്പൂ വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെച്ചതാണ്. കാരണം നമുക്കങ്ങനെ വയ്ക്കാൻ, ഇതൊന്നും വയ്ക്കാനൊരു ഓപ്ഷൻ കിട്ടാറില്ല. സോ ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ഈ ഒരു മാലയാണ്. സോ ഈ കയ്യിൽ വളയിട്ടിട്ടുണ്ട്, ഈ കയ്യിൽ ഞാനൊരു വാച്ചാണ് കെട്ടിയിരിക്കുന്നത്. സോ ഇത്ര തന്നെ നമ്മൾക്കൊരു ക്ലാസിക് ലുക്ക് തരുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കമ്മലാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ഇത്ര തന്നെ മതിയാവും നമുക്കൊരു ഫെസ്റ്റിവൽ ലുക്ക് തരാനായിട്ട്. എലഗൻ്റ് ആൻഡ് ക്ലാസി ലുക്ക്, ഒരുപാട് മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഇഷ്ടപ്പെടാൻ ഇത് മാത്രം മതി. അപ്പോൾ ഓണം അടിച്ചു പൊളിക്കുക. നിങ്ങളുടെ ഫോട്ടോസ് വാട്സപ്പിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ കാണിക്കാം വീഡിയോയിൽ. ഇഷ്ടമാണെങ്കിൽ മാത്രം അയച്ചു തരിക, കാണിക്കാൻ പാടില്ലെങ്കിൽ അയച്ചു തരണ്ട. ഓക്കെ, അതുപോലെ എല്ലാവർക്കും ഹാപ്പി ഓണം, പ്രോസ്പെരിറ്റി ഉണ്ടാവട്ടെ. അടുത്ത ഓണം വരെ നിങ്ങൾക്ക് നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ സ്കിന്നിൻ്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ ഇന്ന് ഇത്രയൊക്കെയുള്ള എനിക്ക് പറയാൻ. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടരുമായി കാണുന്ന നമ്മളെ. ടേക്ക് കെയർ.